വയനാട് പുൽപ്പള്ളിയിൽ കടുവയെ പിടികൂടാനുള്ള ശ്രമം വൈകുന്നതിൽ പ്രതിഷേധവുമായി നാട്ടുകാർ രംഗത്ത് വരികയാണ്. സംഘർഷാവസ്ഥയാണ് പ്രദേശത്ത് നിലനിൽക്കുന്നത്. അവിടെ നേരത്തെ തന്നെ വനംവകുപ്പിന്റെ വെള്ളപ്പോക്കിനെതിരെ നാട്ടുകാരുടെ പ്രതിഷേധമുണ്ടായിരുന്നു. ഇതുവരെ വനംവകുപ്പുമായി സഹകരിച്ചിരുന്ന നാട്ടുകാർ പ്രതിഷേധമുയർത്തുകയാണ്. ദൃശ്യങ്ങൾ കാണുന്നത് പോലെ അവിടെ തുടർച്ചയായി കടുവയുടെ സാന്നിധ്യം അറിയിച്ചിട്ടും എന്തുകൊണ്ട് നടപടികൾ ഉണ്ടാവുന്നില്ല? കടുവയെ വെടിവെച്ച് പിടിക്കുന്നില്ല, കൂട് വെച്ച് പിടിക്കാൻ മാത്രമാണ് ശ്രമിക്കുന്നത്. ഇങ്ങനെ പല ആക്ഷേപങ്ങളും നാട്ടുകാർ ഉന്നയിച്ചിരുന്നു. അത് തന്നെ നാട്ടുകാർ വലിയ പ്രതിഷേധവുമായി രംഗത്ത് വരികയാണ്. MS അനീഷ് കുമാറുണ്ട്. അനീഷ്, വേണ്ടി വന്നാൽ കടുവയെ വെടിവെച്ച് പിടിക്കും എന്ന ഉറപ്പ് മന്ത്രിയിൽ നിന്ന് ലഭിച്ചതാണ്. അദ്ദേഹം നമ്മോട് തന്നെ കാര്യം പറഞ്ഞതാണ്. പക്ഷേ നാട്ടുകാർ ശക്തമായി പ്രതിഷേധിക്കുന്നു. എന്താണ് സാഹചര്യം? സജിത്ത്, ഈ കടുവയെ വെടിവെച്ച് പിടികൂടണമെന്ന ആവശ്യവുമായാണ് ഇപ്പോൾ നാട്ടുകാർ രംഗത്തെത്തിയിരിക്കുന്നത്. കോൺഗ്രസ് പ്രവർത്തകരുടെ നേതൃത്വത്തിലാണ് ഇപ്പോൾ ഒരു സംഘർഷാവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നത്. ഈ കടുവ ഇന്നലെ ആടിനെ പിടിച്ച ബിജുവിന്റെ വീടിന് അടുത്താണ് ഇവരുള്ളത്. പേടിപ്പിക്കല്ലേ? ഞങ്ങൾ ഒരു ബുദ്ധിമുട്ടും ഉണ്ടാക്കിയിട്ടില്ല. ഞങ്ങൾ അത് കുഴപ്പമുണ്ടാക്കിയതാണ്. ജോലി ചെയ്യാൻ പറയുന്നത് പറഞ്ഞോ. ഉന്നത അധികാരികളോട് അവര് പറയട്ടെ. എന്താണ് കാര്യങ്ങളെന്ന് അന്വേഷിക്കുക മാത്രമേ ചെയ്തിട്ടുള്ളൂ. ഞങ്ങൾ വേറൊരു ബുദ്ധിമുട്ടും ഉണ്ടാക്കിയിട്ടില്ല. അത് മാത്രമല്ല നിങ്ങൾക്ക് ഇവിടെ പൈസ വീട്ടിൽ കൊണ്ട് തരണമെന്ന് പറഞ്ഞു. വീട്ടിൽ പൈസ കൊണ്ട് കൊടുക്കണം. വീട്ടിൽ പൈസ കൊണ്ട് കൊടുക്കണം. അതേ നമ്മൾ ആവശ്യപ്പെട്ടുള്ളൂ. അവരെ അതുപോലെ തന്നെ ഇതിനെ രാത്രിയിൽ വഴിയേക്കാനുള്ള സൗകര്യം ഉണ്ടാവണം. ഇതാണ് നമ്മൾ പറഞ്ഞത്. ഈ താഴെ ഉണ്ടായിരുന്നു. ഇത് തന്നെ ഞങ്ങൾ ചോദിച്ചത്. വേറൊന്നും ഞങ്ങൾ ചോദിച്ചില്ല. ചേച്ചി പറയട്ടെ. നിങ്ങൾ ഒരാഴ്ചയല്ല സർവോച്ഛിനെ കണ്ടുപിടിക്കല്ലേ? നിങ്ങൾ ഒരാഴ്ചയല്ല സർവോച്ഛി യോഗം കൊണ്ട് കടുവ പിടിക്കാൻ പറ്റുമോ? സർവോച്ഛി യോഗം കൊണ്ട് കടുവ പിടിക്കാൻ പറ്റുമോ? സർവോച്ഛി യോഗം കൂടിയാൽ കടുവ കൂടിയാവില്ല. നമുക്ക് പറയേണ്ടത് ഞങ്ങളൊക്കെ ഇത് അറിയുമ്പോൾ തുടങ്ങി ഇങ്ങനെയാണല്ലോ. എന്നിട്ട് ഈ 3 കടുവേനെ ആടുവ തിന്നു. എന്നിട്ട് 4 തിന്നു. എന്നിട്ട് പോലും ഇതുവരെ ആർക്കെങ്കിലും എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? ആർക്കും ഒരു കാര്യവും ചെയ്യാൻ പറ്റില്ല. ഒരു നേതാക്കന്മാർക്കും ചെയ്യാൻ പറ്റില്ല, ഒരു പോസ്റ്റർമാർക്കും ചെയ്യാൻ പറ്റില്ല, ആർക്കും ഇതൊന്നും ചെയ്യാൻ പറ്റില്ല. പിന്നെ നമ്മളിതേപ്പറ്റി ഇതിന് നഷ്ടപരിഹാരം കൊടുക്കണം, അവരുടെ വീട്ടിൽ കൊണ്ടുവന്ന് അവർക്ക് പൈസ കൊടുക്കണം. ചെക്കായി, അവരുടെ മൊബൈലിലായി, അങ്ങനെ ഒന്നും കൊടുത്തിട്ട് കാര്യമില്ല. അവർക്ക് ഓൺലൈൻ കൊടുക്കാൻ ഞങ്ങൾക്ക് സമ്മതമല്ല. എന്നാ ഞങ്ങൾക്കൊക്കെ ഞങ്ങൾ ഇതുകൊണ്ടൊക്കെ ജീവിക്കുന്നവരാ. ഈ പണി എടുത്തും കഷ്ടപ്പെട്ടു ഈ ആടിനെ വളർത്തും. ജനങ്ങളും അതെ ഇവിടെയുള്ള ഞങ്ങൾക്ക് ഒത്തിരി ഒന്നും ഉണ്ടായിട്ടില്ല. ഈ കൂലിപ്പണി എടുത്തും കഷ്ടപ്പെട്ടും ആട് വളർത്തും കന്നാലി വളർത്തുക ഞങ്ങളിങ്ങനെ ജീവിക്കുന്നത്. അതിനൊരു നഷ്ടപരിഹാരം തരാതെ ആടിനെ കൊണ്ടുപോയിട്ട് നിങ്ങളിപ്പോ തൂത്തടിച്ച് വൈകുന്നേരം 5 മണിയാകുമ്പോഴത്തേക്കും നിങ്ങളുടെ പൊടി നിന്നിട്ട് നിങ്ങളങ്ങ് പോകും. പിന്നെ നിങ്ങളെ കാണും. ഫോറസ്റ്റിന്റെ ആളുകൾ ഇവിടെ ഉണ്ടായിരുന്നു. വനംവകുപ്പിന്റെ സ്ഥലത്ത് വലിയ പ്രതിഷേധമാണ് നാട്ടുകാരുടെ ഭാഗത്തു നിന്നുണ്ടാവുന്നത്. അവിടെ കടുവയെ പിടിക്കാൻ നടപടിക്രമങ്ങൾ വൈകുന്നു എന്നതാണ് ആളുകളിൽ നിന്നും പ്രതിഷേധം ഇത്ര ശക്തമായി ഉയരുന്നതിന് കാരണം. കടുവയെ കൂടുവെച്ച് പിടിക്കാനാണ് വനംവകുപ്പ് ശ്രമിക്കുന്നത് എന്നതാണ് നാട്ടുകാരുടെ ആക്ഷേപം. അതിനപ്പുറം വെടിവെച്ച് പിടിക്കാൻ തയ്യാറാവുന്നില്ല. എന്നാൽ വനംവകുപ്പിന്റെ വാദം മറിച്ചാണ്. കാപ്പിത്തോട്ടത്തിലുള്ള കടുവയെ വെടിവെക്കാൻ കഴിയില്ല, തുറസായ ഒരു സ്ഥലത്തേക്ക് മാറിയാൽ മാത്രമേ അതിന് സാധിക്കൂ എന്ന് പറയുന്നു. മന്ത്രിയും വിശദീകരിക്കുന്നത് അങ്ങനെയാണ്. വനംവകുപ്പ് പൂർണ്ണ സജ്ജമായ സ്ഥലത്തുണ്ട്, പക്ഷേ ജനങ്ങൾ സഹകരിക്കണം, ഇതാണ് വാദം. എന്തായാലും സംസ്ഥാനത്തിന്റെ വന അതിർത്തികളിൽ വലിയ തരത്തിലുള്ള സംഘർഷ സാഹചര്യങ്ങളാണ് പലയിടങ്ങളിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നത്. അത് വയനാടാവട്ടെ, ഇടുക്കി ആവട്ടെ,
പാലക്കാടാവട്ടെ സംസ്ഥാനത്തിന്റെ മറ്റു മേഖലകളാവട്ടെ തുടർച്ചയായ ഇത്തരം സംഭവങ്ങൾ ഉണ്ടാവുകയാണ്. രോഷാകുലരായി നാട്ടുകാർ രംഗത്ത് വരികയാണ്. എം.എസ്. അനീഷ് കുമാർ തുടരുന്നുണ്ട്. അനീഷ, ഇപ്പോഴത്തെ സാഹചര്യം എന്താണ് ഈ പോലീസുമായുള്ള തർക്കത്തിലേക്ക് സാഹചര്യം ഉണ്ടാക്കിയത്? രണ്ട് തരത്തിലാണ്. ഒരു കൂട്ടം കോൺഗ്രസ് പ്രവർത്തകരെയും മണിമൂപ്പിന്റെ വന്യസൂചിനെതിരെ പ്രതിഷേധവുമായി മറുവശത്ത് CPM പ്രവർത്തകർ ഈ സർക്കാർ നടത്തുന്ന അല്ലെങ്കിൽ വനവൂപ്പ് നടത്തുന്ന സമയങ്ങളോട് എല്ലാ നാട്ടുകാരും സഹകരിക്കണമെന്ന ആവശ്യം മുന്നോട്ട് വെച്ചിരിക്കുന്നു. പഞ്ചായത്ത് പ്രതിഷേധങ്ങളിലേക്ക് നീങ്ങാൻ ഇപ്പോൾ ഈ കടുവയെ വെടിവെക്കുന്നതിനുള്ള ലക്ഷ്യം ഏതാണ്ട് അവസാന ഘട്ടത്തിലേക്ക് നീങ്ങുമ്പോൾ ഇതിലേക്ക് ഒരു ബഹളമുണ്ടാക്കി അതിന്റെ കാര്യങ്ങളൊക്കെ ഉദ്യോഗസ്ഥർ തർക്കിപ്പിച്ച വലിയ കാര്യമില്ല എന്നാണ് നാട്ടുകാർ ഒരു വിഭാഗം പറയുന്നത്. അങ്ങനെ രണ്ട് വിഭാഗവും പരസ്പരം തർക്കിച്ച് നിൽക്കുന്ന ഒരു കാഴ്ചയാണ് കാണാൻ കഴിയുന്നത്. ഒരു വശത്ത് വനവകുപ്പിന്റെ കാര്യങ്ങൾ പുരോഗമിക്കുമ്പോൾ ആ ദൌത്യത്തെ തടസ്സപ്പെടുത്തേണ്ടതില്ല എന്ന വികാരവുമായി ഒരു കൂട്ടരും, മറുവശത്ത് ഈ എത്രയും പെട്ടെന്ന് ഈ മയക്കോടി വെച്ച് കടുവയെ പിടികൂടണമെന്ന് ആവശ്യപ്പെട്ട് മറ്റൊരു വിഭാഗവും രംഗത്തെത്തിയിരിക്കുകയാണ്. അതായത് നാട്ടുകാർ രണ്ടായി തിരിഞ്ഞ് വാഗ്വാദം നടത്തുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. കാരണം ഈ ദൌത്യം ആരംഭിച്ച സമയം മുതൽ ഈ കൂട്ടിൽ കയറ്റുക എന്ന ലക്ഷ്യവുമായാണ് വനംവകുപ്പ് മുന്നോട്ട് നീങ്ങുന്നത്. മറിച്ച് മയക്കുടി വെച്ച് പിടികൂടണമെന്ന ഒരു ആവശ്യത്തിൽ അവർ അനുകൂല നിലപാട് സ്വീകരിക്കുന്നില്ല എന്ന് കുറ്റപ്പെടുത്തുകയും ചെയ്യുന്നു. എന്തായാലും ഇത്തരത്തിൽ രണ്ട് വിഭാഗവും രണ്ട് വാഗ്വാദങ്ങളിൽ രണ്ട് തരത്തിലെ വാദങ്ങളുമായി മുന്നോട്ട് വന്നിരിക്കുകയാണ്. സരിത്ത്, അതാണ് സാഹചര്യം. എന്തായാലും നാട്ടുകാർ വലിയ പ്രതിഷേധം ഉയർത്തുകയാണ്, സംഘടിച്ച് രംഗത്ത് വരികയാണ്. ഇന്ന് തന്നെ ഈ ഒരു ആക്ഷൻ വിജയിക്കുമോ എന്നത് ആ പ്രതീക്ഷയിലാണ് വനംവകുപ്പുള്ളത്. പോലീസും സ്ഥലത്ത് വന്നിട്ടുണ്ട്. കാരണം സംഘർഷ സാഹചര്യങ്ങൾ ഉണ്ടായതോടെ പോലീസും വരുന്നുണ്ട്. പ്രദേശത്തെ രാഷ്ട്രീയ പാർട്ടി പ്രവർത്തകരാണെന്ന് കരുതാം. അവരുടെ ഇടപെടലുമൊക്കെ അവിടെ ഉണ്ടാവുന്നുണ്ട്. അങ്ങനെ നാട്ടുകാരും പോലീസും വനംവകുപ്പും ഒക്കെ തമ്മിലുള്ള തർക്കം ആയി ഇത് മാറുന്നു എന്നതാണ് സാഹചര്യം. കാപ്പിത്തോട്ടത്തിൽ കടുവയുണ്ട്. കടുവയെ വെടിവെച്ച് വേണമെങ്കിൽ പിടിക്കും. അത്തരം സാഹചര്യം ഒരുങ്ങിയാൽ പിടിക്കുമെന്നതാണ് വനംവകുപ്പിന്റെ നിലപാട്. അത്തരത്തിലുള്ള ആക്ഷൻ പ്ലാനാണ്. ഡ്രോൺ പരിശോധന അടക്കം നടത്തിക്കൊണ്ടാണ് പോകുന്നത്. ഇന്നലെ രാത്രിയും ഒരു വളർത്തു മൃഗത്തെ കടുവ പിടിച്ചു എന്നതാണ് നാട്ടുകാരിൽ നിന്നും അത്ര ശക്തമായ പ്രതിഷേധം ഉയർത്തുന്നതിന് കാരണം. നിങ്ങളോട് ചോദിക്കുന്നത് എന്തിനാ നിങ്ങൾ ഇവിടെ കിടന്ന് ഒച്ചപ്പാടല്ല? നമ്മളെല്ലാവരും ജീവൻ അങ്ങനെ ഉണ്ടാവണോ? തൊട്ടണോ? ഞാൻ തൊട്ടു എനിക്ക് എന്റെ അടുത്ത് വരാൻ എന്ത് വരാൻ